ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നവർക്കും ലോ കാർബ് ഡയറ്റ് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു 6 കോഴിമുട്ടയെ ഒരു കുക്കറിലിട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലിട്ടിട്ട് മുട്ട പുഴുങ്ങിയെടുക്കുന്നത്. നിങ്ങൾക്കൊരു പാനിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുത്താലും മതി കേട്ടോ. പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ നടുകയോ സ്ലൈസസ് ആക്കിയിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം വെച്ചിട്ട് ഇതിനെ ഒന്ന് ടേസ്റ്റ് മാറ്റി സലാഡാക്കി എടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പകുതിയാക്കി മുറിച്ചെടുത്ത മുട്ടയെ ഓരോന്നിനെ ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സ്ലൈസസ് ആക്കുകയാണ് അല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ഒന്നാകെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ പകുതിയാക്കിയത് കൊണ്ടാണ് ഞാനിത് ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിന് മുകളിലേക്ക് കൊത്തിയരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും പച്ചമുളകും ക്യാപ്സിക്കവും തക്കാളിയൊക്കെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂടുതൽ സമയത്ത് വേവിക്കാനൊന്നും വേണ്ട, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ട റോസ്റ്റൊക്കെ വെച്ച് ചെയ്തൊരു ടേസ്റ്റൊക്കെ തോന്നും കേട്ടോ. പക്ഷെ ഉണ്ടാക്കൽ അതിനേക്കാൾ എളുപ്പമാണ്. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗരം മസാല കൂടി ചേർക്കാം. ഞാൻ ഗരം മസാല ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിനെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ചേർത്ത ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റാണ് നിങ്ങളെ നന്നായിട്ട് അതിശയപ്പെടുത്തുക. ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള നല്ലൊരു മണവും ഒരു എന്താ പറയുക, അതിശയിപ്പിക്കുന്ന ഒരു മണം തന്നെ ആയിരിക്കും. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു 30 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ക്യാപ്സിക്കൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെച്ചത് കേട്ടോ. ചിലർക്കത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോൾ തന്നെ ഇഷ്ടമാവും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കൂടുതൽ സമയം വേവിക്കണമെന്നില്ല, നിങ്ങൾക്ക് ആ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ആവശ്യത്തിനായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുട്ടികൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. വെറുതെ മുട്ട പുഴുങ്ങി കഴിക്കുന്നതിന് പകരമോ സലാഡ് മാത്രമാക്കിയിട്ട് കഴിക്കുന്നതിന് പകരമൊക്കെ ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് കഴിച്ച് നോക്കൂട്ടോ. ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിലും നെയ്യിലൊക്കെ വഴറ്റിയെടുക്കാം. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്നൊരു പരീക്ഷണമായിരുന്നു ഇത്. എവിടെയോ ടിക്ടോക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ കണ്ടിട്ടുള്ളൊരു ഐഡിയ ആണ്. അത് വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് സ്ലൈസസ് ആക്കിയിട്ടേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.